Hello dears, welcome back to ISKSA English. Hello dear friends. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഒരു ഇംഗ്ലീഷ് PSC ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഞാൻ ക്വസ്റ്റ്യൻ വായിക്കട്ടെ. It is 14 years since I dash him. ഇനി ഞാൻ ഓപ്ഷൻസ് വായിക്കാം. ഓപ്ഷൻ എ സി എന്നുള്ളത്, അതുപോലെ തന്നെ സോ എന്നുള്ളത്, സീൻ എന്നുള്ളത്, ഹാവ് ബീൻ സീയിങ് എന്നുള്ളത്. അപ്പോൾ നമുക്കിത് കൃത്യമായിട്ട് ആൻസർ ചെയ്യണമെങ്കിൽ നമ്മൾ എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? ആദ്യമായിട്ട് നമ്മൾ ക്വസ്റ്റ്യൻ നോക്കണം. കാരണം നമുക്ക് ആൻസർ ഇന്നതാണ് ആൻസർ എന്നുള്ളതിലേക്കുള്ള ഒരു ക്ലൂ നമുക്ക് ചോദ്യത്തിലുണ്ടായിരിക്കും. നമ്മൾ ചോദ്യം ശ്രദ്ധിക്കുക. ഒന്നും കിട്ടുന്നില്ലെങ്കിൽ നമ്മൾ ഓപ്ഷൻസ് നോക്കുക. ഇവിടെ 4 ഓപ്ഷൻസ് ഉണ്ട്. അത് ഞാൻ പറഞ്ഞത്, ഒന്നുകിൽ നമുക്ക് ആൻസർ ചെയ്താലുള്ള ക്ലൂ ചോദ്യത്തിലുണ്ടാവും, അല്ലെങ്കിൽ നമുക്ക് തന്നിരിക്കുന്ന ഓപ്ഷൻസ്. അപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആ ചോദ്യം ഒന്നുകൂടി വായിക്കട്ടോ. നിങ്ങൾ ആൻസർ ചെയ്യാൻ പറ്റുന്ന ആളുകൾ ചെയ്തോളൂ. ഇറ്റ് ഈസ് 14 ഇയേഴ്സ്, 14 വർഷമാകുന്നു. സിൻസ് ഐ ഡാഷ് ഹിം, അല്ലേ? അപ്പോൾ ആ ഡാഷിലാണ്, അതായത് ആ ഡാഷ് കഴിഞ്ഞിട്ട് 14 വർഷമാകുന്നു. അപ്പോൾ നമുക്ക് എന്താ നോക്കാം. നമുക്ക് ഒന്നാമത്തേത് സി എന്നുള്ളത് നമുക്കത് അവിടെ എഴുതാൻ പറ്റും. ഐ സി. ഐ എന്നുള്ളത് ബഹുവചനമാണ്, അല്ലെ? ബഹുവചനമായിട്ടുള്ള പ്ലൂറൽ. ഐയുടെ കൂടെ നമ്മൾ സാധാരണ ബഹുവചനമായിട്ടുള്ള രൂപങ്ങളാണ് ഉപയോഗിക്കുക. അവ സി എന്നുള്ള V1 നമുക്ക് അവിടെ എഴുതാൻ പറ്റും. ഗ്രാമാറ്റിക്കലി നമ്മളവിടെ കുഴപ്പമൊന്നും കാണുന്നില്ല, അല്ലെ? പ്രത്യക്ഷത്തിൽ നോക്കുമ്പോൾ. ഇനി രണ്ടാമത്തേത് സീൻ എന്നുള്ളതാണ്. സീന് നമുക്ക് അവിടെ എഴുതാൻ പറ്റില്ല. എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, സീൻ എന്നുള്ളത് വെർബിന്റെ 3ാമത്തെ രൂപമാണ്. വെർബിന്റെ 3ാമത്തെ രൂപം നമ്മൾ ഉപയോഗിക്കുമ്പോൾ അതിന് മുൻപിൽ ഓക്സിലറി വേർബ്സിൽ ഏതെങ്കിലും ഒന്ന് വേണം. അപ്പൊ ഇവിടെ അത്തരത്തിലൊന്നും തരാത്തതുകൊണ്ട് നമുക്കത് സീന് നമുക്ക് അവിടെ ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പൊ എന്തായി കഴിഞ്ഞാലും അങ്ങനെ നോക്കി നോക്കുമ്പോൾ നമുക്ക് ഓപ്ഷൻ 1 കുറഞ്ഞു കിട്ടി. ഇനി 3 എണ്ണമാണ്. ഇനി നാലാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് ഹാവ് ബീൻ സീയിങ് എന്നുള്ളതാണ്. ഹാവ് ബീൻ സീയിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാ ടെൻസ്? പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആണ്, അല്ലെ? തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യത്തെ സൂചിപ്പിക്കുന്നതാണ്. അപ്പൊ ഇത്രയാണ് ഇവിടെ ഓപ്ഷൻസ്. ഒന്നാമത്തേത് ഒരു V1 സി എന്നുള്ളത്, രണ്ടാമത്തേത് സോ എന്നുള്ള V2 എന്നുള്ളത്, മൂന്നാമത്തേത് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്, അല്ലെ? പിന്നെ സീൻ എന്നുള്ള വെർബിന്റെ 3ാമത്തെ രൂപമുണ്ട്, അത് നമ്മൾ ഒഴിവാക്കി. അത് എന്തായി കഴിഞ്ഞാലും നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പൊ നമുക്ക് ഞാൻ ക്വസ്റ്റ്യൻ ഒന്നുകൂടി വായിക്കാം, നിങ്ങൾ അധികം ബുദ്ധിമുട്ടിപ്പിക്കുന്നില്ല. ഇറ്റ് ഈസ് 14 ഇയേഴ്സ് സിൻസ് ഐ ഡാഷ് ഹിം. അപ്പൊ ഇവിടെ നമുക്കുള്ള ക്ലൂ എന്ന് പറയുന്നത്, ആൻസർ എഴുതാനുള്ള ക്ലൂ എന്ന് പറയുന്നത് സിൻസ് എന്നുള്ളതാണ്. അതായത് സിൻസ് എന്നുള്ളത് ഇത്തരം സെന്റൻസുകളിൽ വന്നു കഴിഞ്ഞാൽ, എല്ലായിടത്തും അല്ല, ഇത്തരം സെന്റൻസുകളിൽ സിൻസ് വന്നു കഴിഞ്ഞാൽ അതിനുശേഷം നമ്മൾ പാസ്റ്റ് ടെൻസ് ഉപയോഗിക്കണം. സിൻസ് വന്നു കഴിഞ്ഞാൽ അപ്പൊ സെന്റൻസിൽ പാസ്റ്റ് ടെൻസ് ഏതാ? സോ എന്നുള്ളത്. അപ്പൊ ഇറ്റ് ഈസ് 14 ഇയേഴ്സ് സിൻസ് ഐ സോ ഹിം. ഞാൻ അവനെ കണ്ടിട്ട്, ദാറ്റ് മീൻസ് കണ്ടു കഴിഞ്ഞിട്ട് 14 വർഷമാകുന്നു. ഇതുപോലെ അപ്പൊ ഇത്തരം ഈ രീതിയിലുള്ള സെന്റൻസുകളിൽ, എല്ലാ സെന്റൻസുകളിലും സിൻസിന് ശേഷം നമ്മൾ പാസ്റ്റ് ടെൻസ് എഴുതണം എന്നല്ല. ഇപ്പൊ നമുക്കറിയാം സിൻസ് എന്നുള്ളത് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിൽ വരുമ്പോൾ സിൻസിന് ശേഷം നമ്മൾ കൃത്യമായിട്ടുള്ള പോയിന്റ് ഓഫ് ടൈം ആണ് എഴുതുക, അല്ലെ? കൃത്യമായിട്ട് ഇവിടെ ഇത്തരം സെന്റൻസിൽ വരുമ്പോൾ നമ്മൾ പാസ്റ്റ് ടെൻസ് എന്ത് ചെയ്യണം? ഉപയോഗിക്കണം. അപ്പോൾ സിൻസ് എന്നുള്ളതിന് ശേഷം പാസ്റ്റ് ടെൻസ് ഉപയോഗിക്കണം. ഇനി ഇതുപോലെ പാസ്റ്റ് ടെൻസ് ഉപയോഗിക്കേണ്ട വേറെ വല്ല വാക്കും നിങ്ങൾക്ക് അറിയോ? വേറെ വല്ല എക്സ്പ്രഷനോ വാക്കോ അതല്ലെങ്കിൽ പ്രിപ്പോസിഷനോ നിങ്ങൾക്ക് അറിയോ? നോക്കി, ഇതുപോലെ പാസ്റ്റ് ടെൻസ് ഉപയോഗിക്കേണ്ടതാണ് വിഷ് എന്നുള്ളത്. ഇപ്പൊ ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. ഐ വിഷ് ഡാഷ്. ഐ വിഷ് ഐ കുഡ് ഹെൽപ്പ് ഹിം. എനിക്ക് അവനെ സഹായിക്കാൻ കഴിഞ്ഞെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. അപ്പൊ ഐ വിഷ് കഴിഞ്ഞാല് ഡാഷ്, നമ്മൾ ഐ വിഷ് അത് കഴിഞ്ഞു വരുന്ന ഡാഷിൽ നമ്മൾ എന്ത് ചെയ്യണം? പാസ്റ്റ് ടെൻസ് ഉപയോഗിച്ചിട്ട്. അതേപോലെ തന്നെയാണ് സിൻസും. അപ്പൊ അത് ചെറിയൊരു വീഡിയോ, ജസ്റ്റ് നമ്മളൊരു ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത്. അപ്പൊ ആ കൂട്ടത്തിൽ സിൻസിന് ശേഷം
പാസ്റ്റ് ടെൻസ് ഉപയോഗിക്കണം എന്ന് പറഞ്ഞു. അതിനോട് ചേർത്തുകൊണ്ട് വിഷ് എന്നുള്ളതും ജസ്റ്റ് ഞാനൊന്ന് ഇവിടെ മെൻഷൻ ചെയ്തു. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള വീഡിയോസ് PSCയുമായി ബന്ധപ്പെട്ട ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻസ് നമ്മൾ ഈ ഒരു ചാനലിൽ നമ്മൾ തുടർന്നും അപ്ലോഡ് ചെയ്യണം. അപ്പോൾ അത്തരം വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി നിങ്ങൾ ചാനൽ നിർബന്ധമായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ, ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ, സംശയങ്ങൾ, ഡൗട്ട്സ് ഒക്കെ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യണം, നിങ്ങൾ അറിയിക്കണം. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.